വൈസ് ചാൻസലർ രജിസ്ട്രാർ പോര് കടുത്ത് നിൽക്കുന്ന കേരള സർവകലാശാലയിൽ ഇപ്പോഴിതാ വാക്കികൾ പാകിസ്ഥാൻകാർ നുഴഞ്ഞു കയറി എന്നാണ് കേൾക്കുന്നത്. ചില മാധ്യമങ്ങളിലൊക്കെ അത്തരത്തിൽ വാർത്തകൾ വന്നിട്ടുണ്ട്. എന്താണ് സാർ ഈ കേരള സർവകലാശാലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ ശരിക്കും പാക് നുഴഞ്ഞുകയറ്റം സംഭവിച്ചു? ഇത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കേട്ടോ. കാരണം ഇത് സർവകലാശാലയുടെ ലൈബ്രറി വെബ്സൈറ്റാണ് ഹാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും ലൈബ്രറിയിൽ അക്കാഡമിക് തലത്തിൽ എന്താണ് ഇത്തരത്തിലുള്ള പാക് നുഴഞ്ഞുകയറ്റം എന്നുള്ളത്. അതിലൂടെയും ആകാം ചില കാര്യങ്ങൾ അത്തരത്തിലും അട്ടിമറി നടത്താം എന്നുള്ളതാണ്. ഇപ്പം ഇവിടെ ചെയ്തിരിക്കുന്നത് രാജ്യവിരുദ്ധ പോസ്റ്ററുകളുമായിട്ടാണ് പാകിസ്ഥാൻ ഹാക്കർമാർ കടന്നുകൂടിയിരിക്കുന്നത്. സൈബർ ക്രൈം കോർഡിനേഷൻ സെൻറ്റർ അന്വേഷണമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് ലൈബ്രറിയുടെ സർവകലാശാല ലൈബ്രറി, കേരള സർവകലാശാല ലൈബ്രറി വളരെ പ്രസിദ്ധമാണ്, വളരെ പഴക്കമുള്ളതാണ്. അതെ, ധാരാളം പുസ്തകങ്ങൾ, പ്രത്യേകിച്ചും വളരെ വിജ്ഞാനപ്രദമായ അമൂല്യങ്ങളായ പുസ്തകങ്ങളുള്ള ഒരു സ്ഥലവും കൂടെയാണ്. പലപ്പോഴും നമ്മൾ ഈ PhD ഒക്കെ എടുക്കുന്നവർക്ക് വലിയ സഹായമാണ് ഈ കേരള യൂണിവേഴ്സിറ്റി ലൈബ്രറി. അത് മറ്റു സർവകലാശാലകളിൽ നിന്ന് പോലും കേരള സർവകലാശാല തിരക്കി വരാറുണ്ട്. ആർക്കൈവ്സ് ഉണ്ട്, ആധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ എങ്ങനെ ഈ നുഴഞ്ഞുകയറ്റ ഹാക്കർമാർ എങ്ങനെ കടന്നു കയറി എന്നുള്ളതാണ്. അപ്പൊ ഈ 2 ആഴ്ച മുമ്പാണ് ലൈബ്രറിയുടെ മുഴുവൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒരു വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടത്. സർവകലാശാലയുടെ മുഴുവൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വീഡിയോയും ചിത്രങ്ങളുമാണ് വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അത് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ സൈറ്റിൽ മുഴുവൻ. സാർ, ഇതിന് ഈ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ല, അത് ചേർത്ത് വായിക്കേണ്ടത്. കാരണം ഈ ഗവർണറും സർക്കാരും സർവകലാശാലയുടെ കാര്യത്തിൽ 2 തട്ടി നിൽക്കുകയാണ്. ഗവർണർക്ക് അഹിതമായ രീതിയിൽ SFIയും ഈ ഇടത് ജീവനക്കാരുടെ സംഘടനകളും ഒക്കെ വലിയ വെല്ലുവിളി ഉയർത്തുന്നു. രജിസ്ട്രാറെ അവിടുന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ടാണോ ഈ ഹാക്കർമാർ കടന്നു കയറിയിരിക്കുന്നത്? കാരണം അങ്ങനെയൊക്കെ സംഭവിക്കാം. കേരളം പ്രത്യേകിച്ചും ഈ പറഞ്ഞതുപോലെ ഇതിനൊക്കെ അനുകൂലമായ ഒരു മണ്ണാണ് എന്ന ആക്ഷേപം വളരെയധികം ശക്തവുമാണ് കേരളത്തെക്കുറിച്ച്. അതാണ് ഏറ്റവും പ്രധാനം. ഇതിനകത്ത് ഒരുപക്ഷെ ചിലപ്പോൾ ഇവിടെ ഉള്ളവർ തന്നെ ഈ പാകിസ്ഥാൻ ചാരന്മാരായതോ ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള പോര് ഗവർണറുമായിട്ട് നിൽക്കുന്നത് കൊണ്ട് സർവകലാശാലയുടെ ഒരു അക്കാദമിക് തലത്തിലേക്ക് പാക് നുഴഞ്ഞുകയറ്റം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർവകലാശാലയുടെ ചാൻസലറായ ഗവർണർക്കത് ക്ഷീണമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ ഗവർണറെ കരുതയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവുക. മാത്രമല്ല, ഈ സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന കാര്യങ്ങളും എല്ലാം ഇതുമായി ബന്ധപ്പെട്ട് തകർക്കാൻ ശ്രമിച്ചു എന്ന് കേൾക്കുമ്പോൾ അതത്ര ചെറിയ കാര്യമല്ല. ഒരു വലിയ ഗൂഢാലോചന അതിൻ്റെ പുറകിലുണ്ട് എന്ന് തോന്നുന്നു. നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, സർവകലാശാല ലൈബ്രറി ലക്ഷക്കണക്കിന് കുട്ടികൾ ഉപയോഗിക്കുന്നിടമാണ്. അതെ അതെ. അപ്പൊ അവരിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ള ഒരു വലിയ സന്ദേശം ഇവരിലൂടെ എത്തിക്കാം എന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടി തന്നെ ആയിരിക്കാം ഈ സൈറ്റില് നുഴഞ്ഞു കയറി. ഇപ്പൊ ഈ സർവകലാശാലയുടെ ഒക്കെ ലൈബ്രറിയുടെ ഒക്കെ വെബ്സൈറ്റുകൾക്കുള്ള ഒരു ഗുണം, നമുക്ക് പുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വായിക്കാം. അതെ, പേജ് ആയിട്ട് ഡൗൺലോഡായി വരും, നമുക്കത് സ്ക്രീനിൽ വായിക്കാം. അങ്ങനെ ഒരു PDF അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെയാണ് ഇത് വരുന്നതെങ്കിൽ അത് വലിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് കുട്ടികളാണ് ഇതിൻ്റെ സഹായം തേടുന്നത്. ഈ സർവകലാശാല ലൈബ്രറിയുടെയൊക്കെ സഹായം തേടുന്നത് ആയിരക്കണക്കിന് കുട്ടികൾ, പ്രത്യേകിച്ച് ഗവേഷണ അതെ PhD ഒക്കെ ചെയ്യുന്ന കുട്ടികൾ അടക്കം. അപ്പോൾ അത് ഒരു നിസ്സാര കാര്യമല്ല. മറ്റൊന്ന് സാർ, എനിക്ക് പ്രബലമായ മറ്റൊരു സംശയമുള്ളത്, കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരാനുള്ള ബില്ലിപ്പോൾ ഗവർണറുടെ മുന്നിലിരിക്കുകയാണ്, അദ്ദേഹം ഒപ്പിട്ടിട്ടില്ല. അപ്പോൾ ഈ സ്വകാര്യ സർവകലാശാലകൾക്ക് വാസ്തവത്തിൽ നമ്മുടെ ഈ കേരള MG കാലിക്കറ്റ്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ, പിന്നെ അതുപോലെ ശ്രീശങ്കര കാലടി, ശ്രീശങ്കര സാൻസ്ക്രിറ്റ്, ഈ സർവകലാശാലകളൊക്കെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവരാണ്. ഇതൊന്നും
അക്കാഡമിക് നിലവാരം മോശമല്ല, അതിനെ മോശമാക്കാനുള്ള ശ്രമം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. കേരള സർവകലാശാല ഈ സമീപ സമയത്ത് ഇത്തരത്തിലുള്ള കലഹം കാരണമാണ് മോശമായി ചിത്രീകരിക്കപ്പെടുന്നത്. മാത്രമല്ല, ഇവിടെ ഈ നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് വിഷയങ്ങളിൽ സീറ്റുകൾ കോളേജുകളിൽ ഒരുപാട് ഒഴിഞ്ഞു കിടക്കും. അത് നമ്മുടെ അക്കാഡമിക് നിലവാരത്തിന്റെ പ്രശ്നം കൊണ്ടല്ല, നടത്തിപ്പിലെ പ്രശ്നം കൊണ്ടാണ് എന്ന വാദവും വളരെ ശക്തമാണ്. അതെ, അവര് സമരവും ബഹളവും, കാര്യമായി വിദ്യാഭ്യാസം കിട്ടാൻ ഇതില്ല, പിന്നെ മാർക്കുകൾ വാരിക്കോരി കൊടുക്കുന്നു. ഈ പഠിക്കുന്ന കുട്ടികൾ പഠിച്ചിറങ്ങി പിന്നെ നേരെ ചെന്ന് മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് എൻട്രൻസ് എഴുതുമ്പോൾ അവിടെ കിട്ടുന്നില്ല, അവിടെ വളരെ പുറകിലായി പോകുന്നു. ഇത്തരം പരാതികൾ വ്യാപകമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സ്വകാര്യ സർവകലാശാലകൾ വരുമ്പോൾ അവയ്ക്കൊരു സ്വീകാര്യത കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെ ഇകഴ്ത്താനും അപകീർത്തിപ്പെടുത്താനും ഒക്കെ ഉള്ള ശ്രമങ്ങൾ ഉണ്ടാകാം. പിന്നെ നമ്മളിപ്പോൾ സമീപ സമയത്തായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പാകിസ്ഥാനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ തന്നെയാണ്. അതെ അതെ, ഓപ്പറേഷൻ സിന്ദൂറും. ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് പലതരത്തിലും നമ്മുടെ പ്രധാനമന്ത്രിയെയും രാജ്യത്തെയും വെട്ടിലാക്കുന്ന തരത്തിലുള്ള വർത്തമാനമാണ് നടത്തുന്നത്. അപ്പൊ അതിനൊക്കെ ഒരു പിൻബലം കൊടുക്കത്തക്ക രീതിയിലും ഇതിനെ നമുക്ക് ചേർത്ത് വായിക്കേണ്ടത് മാത്രമല്ല സാർ, എൻ്റെ സംശയം, വളരെ ന്യായമായ സംശയം, എന്തുകൊണ്ട് വേറെ ഒരു സർവകലാശാലയുടെയും വെബ്സൈറ്റ് ഹാക്ക് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യുന്നു? അപ്പോൾ ഇതിന് ഇവിടുന്ന് എന്തോ ഒരു ലിങ്ക്, അതും ഈ പാക് ഹാക്കർമാർ നുഴഞ്ഞു കയറി എന്ന് പറയുമ്പോൾ അത് ഈ എന്തോ ഒരു ലിങ്ക് കേരളവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് അതിനുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വന്ന് കേരള സർവകലാശാലയുടെ മാത്രം വെബ്സൈറ്റ് ഇങ്ങനെ ഹാക്ക് ചെയ്യുകയും അതിലേക്ക് ദേശവിരുദ്ധമായ കാര്യങ്ങൾ കടത്തിവിടുകയും ചെയ്യുന്നത് എന്തിനാണ്? ഗവർണറുമായിട്ട് പോരടിക്കുന്ന വിദ്യാർത്ഥി സംഘടന തന്നെ ഒരുപക്ഷെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതൊക്കെ പാക് സംഘടനയുടെ പേരിൽ നുഴഞ്ഞുകയറ്റം നടത്താം. അതെ, ടെക്നോളജി അത്രയും വളർന്നിരിക്കുന്ന സാഹചര്യം. അതെ. അപ്പൊ ആ തരത്തിൽ സർവകലാശാലയെ ഒന്നുകൂടി താറടിക്കുക. അതെ, ഏറ്റവും അധികം പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ സ്വകാര്യ സർവകലാശാലയെ പറഞ്ഞത് വളരെ ശരിയാണ്. ഈ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് കേരള സർവകലാശാലയുടെ ലൈബ്രറി വെബ്സൈറ്റ് മാത്രം ഹാക്ക് ചെയ്തു എന്ന ചോദ്യം ഉയരുകയാണ്. മറ്റ് സർവകലാശാലകളൊക്കെ കേരളത്തിൽ പോലും ഉണ്ടല്ലോ, വേറെ സർവകലാശാല തന്നെ. തൊട്ടിപ്പുറത്ത് തന്നെയാണ് സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി എന്ന് പറഞ്ഞത്, ഏറ്റവും വലിയ ലൈബ്രറികളിലൊന്നാണ്. അതെ. അപ്പോൾ ജനങ്ങളിലേക്ക് മൊത്തം ഇത് എത്തിക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമായിരുന്നു. ഇതല്ല, സർവകലാശാലയും ചാൻസലറേയും ഫോക്കസ് ചെയ്തിട്ടുണ്ടോ എന്നാണ് നമ്മുടെ സംശയം ഉണ്ടാകുന്നത്. അല്ല, അതൊരു കേൾക്കുമ്പോൾ തന്നെ ഒരു ദുരൂഹത അതിൽ ഉയരുന്നുണ്ട്, തോന്നുന്നുണ്ട്. ഇത് ആദ്യമാണ് ഇങ്ങനെ ഒരു സംഭവം. ആദ്യമായിട്ടാണ് ഈ വെബ്സൈറ്റ് ഇങ്ങനെ ലൈബ്രറിയുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെടുന്നത്. എന്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അത് വിദ്യാർത്ഥികൾക്കും ഈ ലൈബ്രറി അധികൃതർക്കും ഒക്കെ. കാരണം ഇതിന് തിരികെ കൊണ്ടുവരുമ്പോൾ ഏതൊക്കെ ഡാറ്റ നഷ്ടമായിട്ടുണ്ട്, എന്തൊക്കെ അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരും എന്നൊക്കെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വിദഗ്ധന്മാർക്ക് മാത്രമേ ഉത്തരം പറയാൻ കഴിയുള്ളൂ. ഇപ്പൊ എന്തായാലും സർവകലാശാലയുടെ ഈ വെബ്സൈറ്റ് പ്രവർത്തനം താൽക്കാലികമായിട്ട് നിർത്തിവെപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നിസ്സാരമല്ല വിഷയം, വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ട, സമീപിക്കേണ്ട ഒരു കാര്യമാണ്. വലിയ ഡാമേജ് വെബ്സൈറ്റിന് ഉണ്ടായിരിക്കുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ പാക് ഹാക്കർമാര്, അത് പാക് ഹാക്കർമാരാണോ അതോ മറ്റു വല്ലവരുമാണോ എന്ന് പറഞ്ഞതുപോലെ പറയാൻ പറ്റില്ലല്ലോ. ഈ പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ ഗവർണറെയും സർവകലാശാലയും ഒക്കെ സ്തംഭിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് സർവകലാശാലയെ. അവിടെ ഒരു വിധത്തിലും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നു, VC-യെ ഭീഷണിപ്പെടുത്തുന്നു, രജിസ്ട്രാർ, സസ്പെൻഷനിലായ രജിസ്ട്രാർ അവിടെ കടന്നു കയറി കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു, സിൻഡിക്കേറ്റിലെ ചില ആൾക്കാർ ഒരു വശത്തുനിന്ന് വലിയ സമ്മർദ്ദം ചെലുത്തുന്നു. ഇങ്ങനെ ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് കേരള സർവകലാശാല ഭരണം. അതിൻ്റെ കൂടെയാണ് ഈ ലൈബ്രറിയുടെ വെബ്സൈറ്റ്. കാരണം ഈ സർവകലാശാലയുടെ വെബ്സൈറ്റിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ലൈബ്രറി വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇതുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാരമായിട്ട് തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ല. അതിൻ്റെ പുറകിൽ ആരാണെങ്കിലും യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതാണ്. അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. എന്തായാലും നമ്മുടെ സൈബർ പോലീസ് അതിലേക്ക് പോകും, അവർ വേണ്ട നടപടി എടുക്കും എന്ന് നമുക്ക് കരുതാം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.